ഡിസംബർ കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈരളി ഒരു കൂട്ടം സിനിമകളോട്ട് വന്നിട്ടുണ്ട്. സോ ഈ വട്ടവും ചൈനീസ് മൂവീസ് തന്നെയാണ്. ഇതിന് മുമ്പ് അവർ ഒരുപാട് ചൈനീസ് മൂവീസ് ഇട്ട കാര്യം നമ്മൾ തന്നെ ഈ വീഡിയോയിലൂടെ ചെയ്തതാണ്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരുപാട് നാളായി ടെലിവിഷൻ അപ്ഡേറ്റ്സ് പറ്റി ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളിപ്പോൾ ടെലിവിഷൻ അപ്ഡേറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. കൈരളി ടി വിയിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ചൈനീസ് മൂവീസ് അവർ ഇട്ടിട്ടുണ്ട്. IOFന്റെ യൂട്യൂബ് ചാനൽ അവർ ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക കൈരളി ഇട്ട ചൈനീസ് മൂവീസ് വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ IOFന്റെ ഇപ്പോൾ ഇതായി ഡിസംബർ മാസം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കൂട്ടം ചൈനീസ് സിനിമകൾ പുതിയതായിട്ട് എടുത്തിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്നാണ് എപ്പോഴാണെന്നൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ മൂവി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സിനിമ തന്നെയാണ്. ഗോൾഡൻ സ്പൈഡർ സിറ്റി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ഞാനധികം കണ്ടിട്ടൊന്നുമില്ല, ആരും കണ്ടിട്ടില്ലായിരിക്കും. സോ ഇതൊരു ചൈനീസ് മൂവിയാണ്, പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ചൈനീസ് മൂവി നമ്മുടെ കൈരളിയിൽ പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക്. സോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രീമിയറാണെന്ന് തോന്നുന്നു. എന്തായാലും ഡിസംബറിലെ ക്രിസ്മസ് പരീക്ഷയുടെ ഇടയ്ക്കാണ് ഇവർ ടെലിവിഷൻ പ്രീമിയർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബിഗ് അടുത്തായിട്ട് വന്നിരിക്കുന്ന സ്നേക്ക് കേവ് അല്ലെങ്കിൽ പാമ്പ് ഗുഹ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. സോ അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 9 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. സെയിം ഡേ ആണ് ക്രിസ്മസ് എക്സാം തുടങ്ങുന്നത്. സോ അടുത്ത സിനിമ ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ പാമ്പിനെ ബന്ധം വെച്ച് ഇപ്പം തന്നെ കുറേ സിനിമ കൈരളി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ പുതിയൊരു സിനിമയും കൂടെ ഇനി ഒരെണ്ണം വരാനും കിടക്കുന്നു, സ്നേക്ക് കേവ്. അടുത്ത സിനിമ നോക്കാം, സ്പീഡ് ബോഡി ഗാർഡ്. നമുക്കറിയാവുന്ന ബോഡി ഗാർഡ് ദിലീപിൻ്റെയാണ്. അതല്ല, ഇത് വേറെ ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ പടവും അതീവ ഗംഭീരമായിട്ടൊരു ഷെഡ്യൂളോടാണ് വന്നിരിക്കുന്നത്. സോ ഡിസംബർ 11 എന്തായാലും ഈ വട്ടം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 11 ബുധനാഴ്ച 4 മണിക്ക്. അടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂട്ടൻ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു ഭയങ്കര CJ വർക്കൊക്കെ ഒരുപാടുള്ള സിനിമകളാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. മ്യൂട്ടൻ്റ് ടൈഗർ എന്ന് പറയുമ്പോൾ പടം ഇത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എടുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ വർക്കൊക്കെ ഓക്കെ. അപ്പം ഈ ഒരു പടത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 12 വ്യാഴാഴ്ച 4 മണി. അടുത്ത സിനിമയാണ് നമ്മുടെ സ്നേക്ക് സീരീസിലെ രണ്ടാമത്തെ സിനിമ, വലിയ വലിയ പാമ്പ് രാജ, പെരിയ പെരിയ പാമ്പ് രാജ, ബിഗ് സ്നേക്ക് കിങ്. ഓക്കെ, ബിഗ് സ്നേക്ക് കിങ്. അപ്പോൾ ഈ പടവും അതീവ ഗംഭീരമായിട്ടുള്ളൊരു ഷെഡ്യൂളോടാണ് വന്നിരിക്കുന്നത്. ശനി ഞായറും വെക്കുന്നതിന് പകരമാണ് വർക്കിംഗ് ഡേയ്സിൽ വെച്ചിരിക്കുന്നത്. ഡിസംബർ 16 മൺഡേ 4 മണിക്കാണ് ഈ വലിയ പെരിയ രാജ പാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. സോ എത്ര പേര് ഈ വലിയ പാമ്പ് രാജ സിനിമ കാണുമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത പടം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ചോര, ബ്ലഡ് ഓഫ് ദ സൺ. അതെ, ബ്ലഡ് ഓഫ് ദ സൺ. സൂര്യൻ്റെ ചോര എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ബ്ലഡ് ഓഫ് ദ സൺ എന്നൊക്കെയാണ് സിനിമയ്ക്ക്. നോ ഐഡിയ വാട്ട് ഈസ് ദിസ്. ഇനി അടുത്തൊരു കോമഡി പടം വരുന്നത്. സോ ബ്ലഡ് ഓഫ് ദ സൺ എന്നാണ് ഈ ഒരു പുതിയ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുന്ന സിനിമയുടെ പേര്. സോ ഇതെന്നാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 17 ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. തൊട്ടടുത്ത ദിവസമാണ് ഡിസംബർ 17 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് നൈസിൻ്റെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. സോ അടുത്ത പടമാണ് സൂപ്പർ സ്പെസിഫയർ എന്ന് പറഞ്ഞൊരു പടം. സൂപ്പർ സ്പെസിഫയർ. സോ അതെന്താണെന്നൊരു പിടുത്തവും ഇല്ല. ഓക്കെ, അപ്പം കൈരളി TV എന്തായാലും ചവറുപോലെ കുറേ പടം എടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് TVയും ഓരോ ചെറിയ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഏതാണ്ട് സിനിമകളൊക്കെ വെച്ചിടുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കമ്മ്യൂണിറ്റി ടാബ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വീക്ക് ഹോം കമ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ സൂപ്പർ സ്പെസിഫയർ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സോ സൂപ്പർ സ്പെസിഫയർ വരുന്നത് ഡിസംബർ 18 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ്. അടുത്തതാണ് കിടിലോസ്കി കിടില, മറ്റൊന്നുമല്ല ഷാങ്ഹായ് നൈറ്റ്സ്. ഷാങ്ഹായ് നൈറ്റ്സ് നിങ്ങൾ വിചാരിക്കും ഇതേത് കാട്ട് അപരാധം. ഞാൻ കണ്ട ഷാങ്ഹായ് നൈറ്റ്സ് ജാക്കി ചാൻ്റെ ഓവൻ വിൻസിൻ്റെ അല്ല. ഞാനും അത് തന്നെ വിചാരിച്ചത്. ചിലപ്പോൾ അത് തന്നെ വരാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഈ കാട്ടപരാധം വരാനുള്ള സാധ്യതയുണ്ട്. ഇവൻ എന്താ അവന്. സോ ഈ പടത്തിൻ്റെ പേര് ഷാങ്ഹായ് നൈറ്റ്സ്. ഇട്ട പടത്തിൻ്റെ പേര് പിന്നെ എടുത്തിനകത്ത് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലടേ. ഷാങ്ഹായ് നൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. നമ്മുടെ ജാക്കി ചാൻ്റെ ഓവൻ വിൻസിൻ്റെ പണ്ട് നമ്മൾ സൂര്യ TV കണ്ട സാധനമാണോ എന്നൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഈ പടമായിരിക്കും. പക്ഷേ ഒരു പിടുത്തമില്ല. കാരണം ഈ ഒരു ഫേക്ക് ഷാങ്ഹായ് നൈറ്റ്സ് കിടക്കുന്ന യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന 2-3 സിനിമകൾ കൈരളി വന്നിട്ടുള്ളതാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും വരുമ്പോൾ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഇത് പടം എന്നാ വരുന്നതെന്ന് വെച്ചാൽ ഡിസംബർ 19 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി. നമുക്കറിയാം ഏതാണ്. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ജുറാസിക് പാർക്കിൻ്റെ കോപ്പി റൈസ് ഓഫ് ദി ജുറാസിക് എന്ന് പറഞ്ഞൊരു പടമാണ്. സോ CG ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു പടമാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കാണും നിങ്ങൾ. യൂട്യൂബിൽ കിടപ്പുണ്ട് റൈസ് ഓഫ് ദി ജുറാസിക് എന്നാണ്. ജുറാസിക് ബേസിക്കലായിട്ടുള്ള 2-3 സിനിമകൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൈരളി TVയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 പാർട്ട് അതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടായിരുന്നു താഴെ കമൻറ്റ്. റൈസ് ഓഫ് ദി ജുറാസിക് എന്നാണ് ഈ ഒരു പടത്തിൻ്റെ പേര്. ക്രിസ്മസിൻ്റെ തലേന്നാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഡിസംബർ 24 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. ക്രിസ്മസിൻ്റെ തലേന്ന് കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള സ്പെഷ്യൽ മൂവീസൊക്കെ ക്രിസ്മസിൻ്റെ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ പടങ്ങൾ കാണുമായിരിക്കും മലയാളം ഡബിലായിട്ട്, നല്ല സൂപ്പർ ഡബിൽ. പിന്നെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇതിനകത്ത്. പറഞ്ഞ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ ആക്യുറേറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. കൈരളി TV ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്.